ഓം ശാന്തി. ഈ ലോകം ഒരു നാടകമാണ്. ഡ്രാമയുടെ കളി നടന്നുകൊണ്ടിരിക്കുന്നു. ഈ വിശ്വനാടകത്തിൽ ഈ ലോകം ഒരു നാടകമാണ്. ഡ്രാമയുടെ കളി നടന്നുകൊണ്ടിരിക്കുന്നു. ഈ വിശ്വനാടകത്തിൽ നമ്മളെല്ലാവരും അഭിനേതാക്കളാണ്. ഇത് വണ്ടർഫുള്ളായി ഉണ്ടാക്കിയ നാടകമാണ്. ഇതിൽ ഓരോ ആക്ടറിൻ്റെയും പാർട്ട് ഉറപ്പിച്ചതാണ്. ഓരോരുത്തരും അവരവരുടെ പാർട്ട് അഭിനയിക്കുന്നു. ഈ ഡ്രാമ അനാദിയാണ്. ഡ്രാമയുടെ ഡയറക്ടർ പരമാത്മാ ശിവബാബയാണ്. ഇതിൽ എൻ്റേത് ഹീറോയിൻ്റെ പാർട്ടാണ്. നാടകത്തിൽ ഞാൻ ഹീറോ ആക്ടറാണ്. ഇതിൻ്റെ കഥ സത്യയുഗത്തിൽ ആരംഭിക്കുന്നു. കലിയുഗത്തിൻ്റെ അന്ത്യത്തിൽ സംഗമത്തിൽ പൂർണ്ണമാകുന്നു. ഈ ഡ്രാമയിൽ സത്യയുഗത്തിൻ്റെ ക്രിയേറ്ററാണ് പരംപിത ശിവബാബ. ഇപ്പോൾ സംഗമയുഗത്തിൽ ക്രിയേറ്ററും ഡയറക്ടറുമായി പാർട്ട് അഭിനയിക്കുന്നു. പുതിയ ലോകം സ്ഥാപിക്കുന്നു. ഈ നാടകത്തിലെ പുതിയ എപ്പിസോഡ് ഇപ്പോൾ ആരംഭിക്കുന്നു. ഞാൻ ആത്മാ വീണ്ടും പവിത്രത ധാരണ ചെയ്ത് ഡയറക്ടറിൻ്റെ നിർദ്ദേശമനുസരിച്ച് നടക്കുന്നു. പ്യൂരിഫൈഡായി പ്യുവർ ആക്ട് ചെയ്യുന്നു. ഞാൻ ദേവതാ രാജ്യത്തിലേക്ക് പോകുകയാണ്. മുഴുവൻ പൃഥ്വിയും കേവലം ഭാരതം കൺട്രോൾ ചെയ്യുന്നു. ഒരു രാജ്യം ഒരു ധർമ്മമായിരിക്കും. സമ്പൂർണ്ണ സുഖമായിരിക്കും. ഈ പുതിയ ലോകത്തിൽ ദുഃഖമുണ്ടാവുകയില്ല, രോഗമില്ല, അകാല മൃത്യു ഉണ്ടാവുകയില്ല. ആ പുതിയ ലോകത്തിൽ അപാര സുഖമായിരിക്കും. ഞാൻ പുതിയ ലോകത്തിൻ്റെ അധികാരിയാവുകയാണ്. ഈ വണ്ടർഫുൾ ഡ്രാമയിൽ ആരംഭം മുതൽ അവസാനം വരെ എൻ്റെ ബെസ്റ്റ് പാർട്ടാണ്. അതുപോലെ ഡ്രാമയുടെ നോളജ് സ്മൃതിയിൽ വെച്ച് ഞാൻ ഹർഷിതമായിരിക്കുന്നു. ഡ്രാമയുടെ ആദി മധ്യ അന്ത്യത്തെ ഞാൻ അറിയുന്നു. എനിക്ക് ബാബയിലൂടെ മൂന്നാമത്തെ നേത്രം ലഭിച്ചിരിക്കുന്നു. ഞാൻ ആസ്തികനാണ്. ബാബ സദ്ഗുരുവാണ്. ദുഃഖത്തിൽ നിന്നും മുക്തമാക്കി ബാബ എന്നെ സുഖത്തിലേക്ക് കൊണ്ടുപോകുന്നു.
ബാബ എല്ലാ ആത്മാക്കളെയും വീട്ടിലേക്ക് കൊണ്ടുപോകും. അതിനാൽ സദ്ഗുരുവാണ്. ബാബ കുട്ടികളെ പുണ്യാത്മാക്കളാക്കി കൂടെ കൊണ്ടുപോകുന്നു. ഡ്രാമ അനുസരിച്ച് സംഗമയുഗത്തിൽ ബാബ വന്ന് എന്നെ ആസ്തികനാക്കുന്നു. ബാബയ്ക്കല്ലാതെ മറ്റാർക്കും മൂന്നാം നേത്രം നൽകാൻ സാധിക്കില്ല. ഈ ഡ്രാമ ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടതുമാണ്, അവിനാശിയുമാണ്. ബാബ എന്നെ ത്രിനേത്രിയും ത്രികാലദർശിയുമാക്കി മാറ്റുന്നു. ബാബ ജ്ഞാനസാഗരനാണ്. കുട്ടികളെ ജ്ഞാനനദികളാക്കി മാറ്റുന്നു. കർമ്മം, അകർമ്മം, വികർമ്മത്തിൻ്റെ ഗതിയെക്കുറിച്ച് മനസ്സിലാക്കി തരുന്നു. എന്നെ അമരനാക്കി അമരലോകത്തേക്ക് കൊണ്ടുപോകുന്നതിനായി ബാബ അമരകഥ കേൾപ്പിക്കുന്നു. പതിതമായ ലോകത്തിലെ പതിതമായ ശരീരത്തിലാണ് ബാബ വരുന്നത്. ബ്രഹ്മാവിലൂടെ സ്ഥാപനയുണ്ടാകുന്നു. ഈ ജ്ഞാനത്തെ പ്രാപ്തമാകുന്നവർ ദേവതയായി മാറുന്നു. ആത്മാഭിമാനിയായി മാറി ഈ കാതുകളിലൂടെ ഞാൻ അമരകഥ കേൾക്കുന്നു. ജ്ഞാനത്തിൻ്റെ ഭൂം ഭൂം ചെയ്ത് മറ്റുള്ളവരെ തനിക്ക് സമാനമാക്കുന്ന സേവനത്തിൽ മുഴുകുന്നു. ബാബയ്ക്ക് സമാനം നോളജ്ഫുള്ളും ആനന്ദമുള്ളവരുമായി മാറണം. സോമരസം കുടിക്കുകയും കുടിപ്പിക്കുകയും വേണം. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിൻ്റെ സ്വരൂപമാക്കുന്നു. മായയുടെ വിഘ്നങ്ങളെ വിനോദമെന്ന പോലെ അനുഭവം ചെയ്യുന്ന മാസ്റ്റർ വിശ്വനിർമ്മാതാവായി ഭവിക്കട്ടെ. സ്വയം മാസ്റ്റർ വിശ്വനിർമ്മാതാവ് എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ മായയുടെ എല്ലാ വിഘ്നങ്ങളും കുട്ടിക്കളിയായി മാത്രമേ തോന്നുകയുള്ളൂ. മായ ഏതെങ്കിലും ആത്മാക്കളിലൂടെ സമസ്യകൾ, വിഘ്നങ്ങൾ, പരീക്ഷകൾ എന്നിവയുടെ രൂപത്തിൽ വന്നാൽ അതിൽ പരിഭ്രമിക്കുകയില്ല. മാത്രമല്ല അവരെ നിർദോഷികളാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യും. സ്നേഹം, ശക്തി, ഈശ്വരീയ ആകർഷണം എന്നിവ സ്വയത്തിൽ നിറക്കുകയാണെങ്കിൽ എല്ലാവരും സഹയോഗികളായി മാറും. ഓം ശാന്തി.